ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവാന്റെ കഥകൾ പറയുന്നതും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നതും ഭഗവാനോടുള്ള ഭക്തിയുടെ ഒരു രൂപം തന്നെയാണ്. അതും ഭക്തി തന്നെയാണ്. ഇത് ഭാഗവതത്തിൽ പല പല ഭാഗങ്ങളിലായി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ദിവസവും ഭഗവാന്റെ കഥകൾ കേട്ട് പ്രാർത്ഥിക്കുവാൻ ഭാഗ്യം ലഭിക്കണമേ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. ഈ ലോകത്ത് നടക്കുന്ന അക്രമങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ കിട്ടുവാനായിട്ട് നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രാർത്ഥിക്കുക. എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ നീക്കങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതുമാത്രം മതി നമുക്ക്. ഭഗവാൻ തീർച്ചയായിട്ടും ഇന്ന് നമുക്കുണ്ടായിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുക തന്നെ ചെയ്യും. ഉറച്ചു വിശ്വസിച്ചു കൊള്ളുക, പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രാസക്രീഡ. നമുക്കറിയാം, ഭാഗവതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് രാസക്രീഡ. അത് കേൾക്കാൻ ആർക്കൊക്കെയാണോ സാധിക്കുന്നത് അവർ ആയിരം പുണ്യങ്ങൾ പല പല ജന്മങ്ങളിലായി ചെയ്തിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ ഭാഗങ്ങളൊക്കെ കേട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ അത് അവഗണിച്ച് മുമ്പോട്ട് പോകും. നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. പ്രസവിച്ച് 10 ദിവസം തികയുന്നതിനു മുമ്പ് മുതൽ കൃഷ്ണൻ കാണിച്ചുകൊണ്ടിരുന്ന അത്ഭുത ലീലാവിലാസങ്ങൾ കണ്ടുകണ്ട് ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും ആ ശിശുവിൽ ഭക്തിയോടുകൂടിയ ഒരു സ്നേഹവാത്സല്യം ദിനം പ്രതി വർദ്ധിച്ചു വന്നു. എന്നാൽ ഗോപന്മാരെ അപേക്ഷിച്ച് ഗോപസ്ത്രീകൾക്കാണ് ആ ബാലനിൽ കൂടുതൽ ഭക്തിയും പ്രേമവും തഴച്ചത്. ആ ഉണ്ണിയുടെ സാമീപ്യം അവർ സദാ ആഗ്രഹിച്ചു. അവനോടെപ്പോഴും ചേർന്നിരുന്ന് സല്ലാപങ്ങൾ ചെയ്ത് രസിക്കണമെന്നുള്ള മോഹം അവരിൽ അങ്കുരിച്ചു. അത് ക്രമേണ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ സുന്ദരൻ്റെ വദന സൗകുമാര്യ ചന്ദ്രികയിൽ അവരുടെ ഹൃദയകുമുദങ്ങൾ സദാ വിരിഞ്ഞുകൊണ്ടിരുന്നു. കേവലം 7 വയസ്സ് പ്രായമുള്ള ബാലനായ കൃഷ്ണനെ കാണുവാനും അവൻ്റെ ഓടക്കുഴൽ നാദം കേട്ടു രസിക്കുവാനും ഗോപസ്ത്രീകൾ പോകുന്നതിൽ പുരുഷന്മാർക്കും യാതൊരു ആക്ഷേപവും ഉണ്ടായിരുന്നില്ല. അതിമാനുഷത്വമുള്ള ഒരു ബാലനാണ് കൃഷ്ണനെന്ന് സർവഗോപന്മാർക്കും ബോധ്യം വന്നു കഴിഞ്ഞിരുന്നു. തന്നെ കാണുമ്പോൾ മന്ദഹാസം പൊഴിക്കുന്ന, തൻ്റെ വേണുനാദം കേൾക്കുമ്പോൾ ആനന്ദവാരിധിയിൽ മുഴുകി ഓടി എത്തിക്കൊണ്ടിരുന്ന ആ ഗോപസ്ത്രീകൾ അവരേതു പ്രായക്കാരുമായിക്കൊള്ളട്ടെ, തന്നിൽ ഭക്തിയുള്ളവരായ ആ പുണ്യവതികളുടെ ആഗ്രഹത്തിനനുസരിച്ച് ലീലകളാടി ആനന്ദിപ്പിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. നിസ്വാർത്ഥമായ നിഷ്കളങ്ക ഭക്തിയിൽ കൂടി നിർവൃതിയുടെ അവസ്ഥ അവർക്ക് കാണിച്ചു കൊടുക്കണം. ദേഹാഭിമാനത്തേക്കാൾ ഭക്തിയാണ് അവരിൽ കുടികൊണ്ടിരുന്നത്. ഈ വിധം ഭക്തവത്സലനായ കൃഷ്ണൻ മനസ്സിലുറച്ച് അതിനുള്ള സമയങ്ങളും
പാർത്ത് കാത്തിരുന്നു. പലപ്പോഴും ബാലഗോപാലൻ്റെ മുരളീനാദം കേൾക്കുമ്പോൾ ആ ഗോപസ്ത്രീകൾ ഓടിവന്ന് അവനുമായി കളിച്ചു രസിച്ചു പല ലീലകളുമാടി ആനന്ദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ നമുക്കെല്ലാവർക്കും കൂടി യമുനാ തടത്തിൽ പോയി പല ലീലകളാടി ക്രീഡിക്കാം എന്ന് കമലനേത്രൻ ഒരിക്കൽ പറയുകയുണ്ടായി. ഗോപസ്ത്രീകളും ആ പുണ്യരാത്രി എപ്പോഴാണ് സമാഗതമാകുന്നത് എന്നോർത്ത് കാത്തിരിക്കുകയായിരുന്നു. ചന്ദ്രികാചർച്ചിതമായ ഒരു സുന്ദര രജനിയുടെ ആദ്യയാമം. മോഹിനിയെ പോലെ സൗന്ദര്യത്തോടുകൂടി രജനി വൃന്ദാവനത്തിലെ കാളിന്ദി തീരത്തുള്ള രമണീയമായ വനഭൂമിയിൽ ലാസ്യനൃത്തം ചെയ്യുന്നു. കണ്ണൻ്റെ സഖിയായ കാളിന്ദിയിലെ കുഞ്ഞിളം തിരകളിൽ തട്ടിയണയുന്ന സുരഭിയായ കുളിരിളം തെന്നൽ പച്ചിലത്തുമ്പുകളെ ഇളക്കി കിക്കിളി കൂട്ടിക്കൊണ്ട് ഒരു മായക്കള്ളനെ പോലെ അവിടിവിടെ ഓടിപ്പാഞ്ഞു സഞ്ചരിക്കുന്നു. ആ സമയം വൃന്ദാവന വിഹാരിയായ നന്ദകുമാരൻ അവിടെ എത്തി തൻ്റെ ഓടക്കുഴലിൽ ഒരു മനോഹരമായ ഗാനമുതിർത്തു. കണ്ണൻ്റെ വേണുഗാനമാണ് ആ കേൾക്കുന്നത്. ഗോപസ്ത്രീകൾ അത് ശ്രദ്ധിച്ചു. പിന്നെ അരനിമിഷം അവർക്കവിടെ അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. ഗൃഹകാര്യങ്ങളിൽ വ്യാപൃതകളായിരുന്നവരും ഭർത്താക്കന്മാരെ പരിചരിച്ചു കൊണ്ടിരുന്നവരും മക്കളെ ലാളിച്ചു കൊണ്ടിരുന്നവരും എന്നു വേണ്ട ബാലകളും തരുണികളും പ്രൗഢകളും ഭർതൃമതികളും സന്താനവതികളുമായ എല്ലാ ഗോപസ്ത്രീകളും തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സർവപ്രവർത്തികളെയും വർജിച്ച് ഗാനം കേട്ട യമുനാ തടത്തിലേക്ക് മോഹപരവശരായി ഓടിക്കൂടി. പാലടുപ്പത്ത് വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുന്നവർ അതേപടി അതവിടെ ഇട്ടിട്ട്, ഭക്ഷണം പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ പാത്രമെടുത്ത് താഴെ വെച്ചിട്ട്, പരിഭ്രമത്തിനിടയിൽ ചിലർ ആഭരണങ്ങളെടുത്ത് മറിച്ചും തിരിച്ചും ധരിച്ചിട്ട്, കാഞ്ചിയെടുത്തു കഴുത്തിലും മാലയെടുത്ത് അരയിലും ഇട്ടുകൊണ്ട് അവർ ഓടി വന്നു കണ്ണൻ്റെ അടുത്തേക്ക്. ചിലർ മേൽവസ്ത്രം ധരിക്കാതെയും ചിലർ ഉടുത്തിരിക്കുന്ന പുടവ തന്നെ ശരിയായി ഉടുക്കാതെയുമാണ് ആ പരിഭ്രമത്തിനിടയിൽ അങ്ങോട്ടോടിയത്. ഒരു രാത്രിയിൽ നമുക്കെല്ലാവർക്കും കൂടി യമുനാതടത്തിൽ ക്രീഡിച്ച് ആനന്ദിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞ ആ രാത്രിയിലെ വേണുനാദമാണ് അവർ കേട്ടത്. പിന്നെ അവർക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? ഭർത്താക്കന്മാർ തടുത്തു, സന്താനങ്ങൾ കരഞ്ഞു. അവശരായി തൽപ്പങ്ങളിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഞെരങ്ങി ദീനശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അതൊന്നും വകവയ്ക്കാതെയാണ് ആ ഗോപസ്ത്രീകൾ കാളിന്ദി തീരത്തിലേക്ക് ഓടിയത്. അവരിൽ വൃദ്ധകളും പ്രൗഢകളും തരുണികളും ബാലതരുണികളുമെല്ലാം ഉണ്ടായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെയാണ് അവർ ഓടിക്കൊണ്ടിരുന്നത്. മുരളീകൃഷ്ണൻ്റെ മുരളീനാദത്തിൻ്റെ ആകർഷണം വിസ്മയകരമായിരുന്നു. ആ ഓട്ടത്തിനിടയിൽ അവരുടെ വസ്ത്രങ്ങൾ പലതും അഴിഞ്ഞു വീണു. ലൈംഗികമായ കാമാസക്തിയാൽ ജാരനെ പ്രാപിക്കാനുള്ള പാരവശ്യമായിരുന്നു ഗോപസ്ത്രീകളിൽ കണ്ടത്. അല്ല, ഒരിക്കലുമല്ല. ജാരനെ പ്രാപിക്കുന്നത് രഹസ്യമായിട്ടാണ്. അവരാണെങ്കിലോ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ആ സങ്കേതത്തിലേക്ക് പ്രവേശിച്ചത്. കൂട്ടമായിട്ടാണ് അവർ അവിടെ ചെന്നത്. ഒരു ജാരനെ പ്രാപിക്കുവാൻ ഒട്ടനവധി സ്ത്രീകൾ ഒന്നിച്ചു പോകുന്നത് സാധാരണമല്ല. അത് സംഭവിക്കുകയുമില്ല. അപ്പോൾ കാമാസക്തിയോടു കൂടിയല്ല അവർ പോയിട്ടുള്ളത് എന്ന് സ്പഷ്ടം. അതിനും പുറമേ
രാത്രിയിൽ അവർ ഗൃഹത്തിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പുരുഷന്മാർക്കും ആർക്കും ഒരു സംശയവും തോന്നിയതുമില്ല. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുബാലനുമായി കളിച്ച് ഉല്ലസിച്ചു രസിക്കുന്നതിൽ ആർക്കെന്ത് സംശയം? അവിടെ എന്തു ശൃംഗാരം! ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്നും നിർഗളിച്ചത് ബ്രഹ്മാണ്ഡ കടാഹത്തിൻ്റെ ജീവശബ്ദമായ നാദബ്രഹ്മമാണ്. ഭക്തകളായ ഗോപസ്ത്രീകളുടെ ഹൃദയങ്ങളെ അത് ആകർഷിച്ചു. അതോടുകൂടി ഭഗവത് സന്നിധിയെ പ്രാപിക്കാനുള്ള ആത്മപ്രചോദനം അവരിൽ അങ്കുരിച്ചു. നേരത്തെ തന്നെ അവരിൽ പ്രതിഷ്ഠിതമായിരുന്ന കൃഷ്ണഭക്തിയുടെ ശക്തിയെ അത് വർദ്ധിപ്പിച്ചു. സർവപ്രതിബന്ധങ്ങളെയും തടുത്തുകൊണ്ടുള്ള അവരുടെ പ്രയാണത്തിന് കാരണം അതുതന്നെയാണ്. അവരിൽ നിന്നും വിഭിന്നമായ ഒരാളായിട്ടല്ല കൃഷ്ണനെ അവർക്ക് കാണാൻ കഴിഞ്ഞത്. വൃന്ദാവനത്തിലെ വേണുനാദം ഗോപികളുടെ പ്രാണവായുവായിരുന്നു. ആ വസന്തരാവിലെ പൂനിലാവിൽ ഗോപസ്ത്രീകളെല്ലാവരും തൻ്റെ സമീപത്തു വന്ന് കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ട് ആ കുഞ്ഞു കൃഷ്ണൻ മന്ദസ്മിതം തൂകിക്കൊണ്ട് ആ സച്ചിദാനന്ദമൂർത്തി ഇപ്രകാരം ചോദിച്ചു: സുന്ദരികളെ, നിങ്ങളെല്ലാവരും കൂടി ഈ അസമയത്ത് ഈ വനപ്രദേശത്തിലേക്ക് എന്തിനാണ് വന്നത്? നേരം രാത്രി അതിക്രമിച്ചിരിക്കുകയല്ലേ? നിങ്ങളെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ ബന്ധുജനങ്ങൾ വിഷമിക്കുകയില്ലേ? ഭർത്താവിനെയും പുത്രമിത്രാദികളെയും പരിചരിക്കേണ്ട നിങ്ങൾ അത് അവഗണിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നത് ശരിയാണോ? ഭർത്താവ് സ്ത്രീകൾക്ക് ദൈവമാണ്. ഭർത്താവിനെ അവഗണിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ പരപുരുഷനെ തേടി ഇങ്ങനെ നടക്കുന്നത് സ്ത്രീധർമ്മമാണോ? ഉത്തമ സ്ത്രീകൾക്ക് ഒരിക്കലും അത് ഭൂഷണമല്ല. അതിനും പുറമേ തരുണികളും ബാലതരുണികളും പ്രൗഢകളും എന്നു വേണ്ട ഗോകുലത്തിലെ മിക്ക സ്ത്രീജനങ്ങളെയും ഞാനിവിടെ കാണുന്നുണ്ടല്ലോ. എന്താണ് കാരണം? അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോവുക. ഞാൻ അല്പസമയം കൂടി ഇവിടെ ഇരുന്ന് എൻ്റെ ഓടക്കുഴലൂതി ആനന്ദിക്കട്ടെ. അപ്പോൾ രാധയെന്ന ഗോപസ്ത്രീ സങ്കടത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു: കൃഷ്ണ, അങ്ങ് പ്രപഞ്ചത്തിൻ്റെ ഭർത്താവാണ്, ഗോപികാരമണനാണ്. ആ നിലയിൽ ഞങ്ങളെല്ലാവരുടെയും ഭർത്താവല്ലേ കൃഷ്ണ നീ? അങ്ങ് കൈക്കുഞ്ഞായി യശോദാദേവിയുടെ മടിത്തട്ടിൽ കിടന്ന് കയ്യും കാലും തല്ലിക്കളിക്കുമ്പോൾ എടുത്തു ലാളിച്ചവളാണ് ഈ രാധ. ഇവിടെ നിൽക്കുന്ന എല്ലാ ഗോപസ്ത്രീകളും എന്നെ പോലെ തന്നെയാണ് കൃഷ്ണ. നിന്നെ എടുത്തു ലാളിച്ചവരും നിനക്ക് വേണ്ടി കരഞ്ഞിട്ടുള്ളവരുമാണ്. ഇവരെല്ലാവരും തന്നെ നീ ഭർത്താവായി തീരുവാൻ കാർത്യായനി വ്രതം അനുഷ്ഠിച്ചിട്ടുള്ളവരും വസ്ത്രാപഹരണ സമയത്ത് പൂർണ്ണ നഗ്നരായി നിന്റെ മുമ്പിൽ വന്നു നിന്നിട്ടുള്ളവരുമാണ്. ആ സ്ഥിതിക്ക് നീ ഞങ്ങളുടെ ഭർത്താവല്ലേ കൃഷ്ണ? ഈ രാധയുടെ ഭർത്താവായി നിന്നെ ഞാൻ സങ്കൽപ്പിച്ചു കഴിഞ്ഞു. നീ രാധാരമണനാണ്. ഇത് കേട്ടപ്പോൾ മറ്റൊരു ഗോപവനിത പറഞ്ഞു: കുമാര, അങ്ങ് ബാലനാണെങ്കിലും അങ്ങയിൽ മറ്റെന്തോ ദിവ്യമായ ആകാര സൗന്ദര്യം ഞങ്ങൾ കാണുന്നു. അങ്ങയുടെ വേണുനാദം കേൾക്കുമ്പോൾ ഞങ്ങൾ പ്രേമപരവശരായി പുളകം കൊള്ളുന്നു. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ കൃഷ്ണ. അപ്പോൾ മൂന്നാമതൊരു ഗോപസ്ത്രീ ഇപ്രകാരം പറഞ്ഞു: കൃഷ്ണ, ഭർതൃപുത്രാദികളെ വെടിഞ്ഞ് നിന്റെ സുന്ദര രൂപം കണ്ട് നയന സാഫല്യം തേടി ആനന്ദിക്കാൻ വന്നവരാണ് ഞങ്ങൾ. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. നാലാമതൊരുവൾ ഇപ്രകാരം പറഞ്ഞു: ഒരു ദിവസം ഞങ്ങളെ ആനന്ദിപ്പിക്കാമെന്ന് നീ വാക്കു പറഞ്ഞു. ആ ദിവസം
ഇന്നാണെന്ന് വിചാരിച്ചല്ലേ നിന്റെ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ ഞങ്ങൾ ഓടി വന്നത്. ഞങ്ങൾ നിന്റെ ദാസികളല്ലേ, എന്നിട്ടും എന്തേ ഞങ്ങളെ ഉപേക്ഷിക്കുന്നത്? ഈ വിധം സങ്കടത്തോടുകൂടി കണ്ണുനീർ വാർത്തുകൊണ്ട് മറ്റു ഗോപസ്ത്രീകളും പലതും പറഞ്ഞു. ഭഗവാന്റെ ഭക്തവാത്സല്യ മധുരിമ നിറഞ്ഞ അത്ഭുത രാസക്രീഡ കാണുവാൻ വ്യോമവീതിയിൽ ദേവവൃന്ദങ്ങളും മഹർഷികളും വന്നു നിരന്നു. ആ പുണ്യവതികളായ ഗോപസ്ത്രീകളുടെ മാനസത്തെ ഹരിക്കുന്ന ബാലഗോപാലകൃഷ്ണന്റെ അലൗകികമായ സൗകുമാര്യം എത്രമാത്രമുണ്ടെന്ന് അറിയുവാനുള്ള ജിജ്ഞാസയോടുകൂടി അവരൊന്ന് സൂക്ഷ്മാവലോകനം ചെയ്തു. സർവലോകങ്ങളിലുമുള്ള സർവവിധ സൗന്ദര്യങ്ങളും ഒത്തുചേർന്നുള്ള ഒരു ദിവ്യാനന്ദമൂർത്തിയാണ് വൃന്ദാവനത്തിലെ സുന്ദരനായ കൃഷ്ണനെന്ന് അവർക്കപ്പോൾ തോന്നി. അത്രമാത്രം സൗഭാഗ്യവും സൗന്ദര്യവും വിരാട് പുരുഷനായ വിഷ്ണുവിൽ എങ്ങനെ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് അവർ അതിശയിച്ചു. ഭക്തകളായ ഗോപവനിതകൾ ആ ശ്യാമസുന്ദരമൂർത്തിയുടെ പാവന പാതാരവിന്ദങ്ങളെ അഭയം തേടുന്നതും വെറുതെ അല്ല എന്ന് അവർക്കപ്പോൾ തോന്നി. ഭഗവാനെ സേവിക്കുവാൻ വേണ്ടി ആ ദിവ്യ സൗന്ദര്യം സദാ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ദേവസ്ത്രീകളും അപ്സര സ്ത്രീകളും മഹർഷികളും ഗോപസ്ത്രീകളായി പിറന്നിട്ടുണ്ട്. ഭഗവാനുമായി രതിലീലകൾ ആടുക എന്നുള്ളതല്ലായിരുന്നു അവരുടെ മോഹം. എന്നാൽ ആ ഗോപസ്ത്രീകൾ ഭഗവാൻ തങ്ങളുടെ ഭർത്താവായി തീരണമെന്ന് അപേക്ഷിച്ചു. സന്തത സാമീപ്യം കൊണ്ടുള്ള പ്രേമത്തിൻ്റെ സ്ഥായീഭാവം ഭക്തി തന്നെയാണ്. ആ പ്രേമഭക്തി ആരിലാണോ അർപ്പിതമാകുന്നത് അവൻ ഭർത്താവാണ്. ആ നിലയിലാണ് ഗോപസ്ത്രീകൾ ഭഗവാൻ അവരുടെ ഭർത്താവാകണമെന്ന് ആഗ്രഹിച്ചത്. കൃഷ്ണന്റെ അന്നത്തെ പ്രായം കേവലം 7 വയസ്സ്. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ബാലകൻ ഭർത്താക്കന്മാർ ഉള്ളവർ, കുട്ടികൾ ഉള്ളവർ, പ്രൗഢകൾ, വൃദ്ധകൾ, നവ യൗവനയുക്തകൾ എന്നു തുടങ്ങി പല പ്രായത്തിലും പല തരത്തിലുമുള്ള സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവാകണമെന്ന് അപേക്ഷിച്ചത് കാമലീലകൾ ആടാനുള്ള മോഹമായിട്ടല്ല. എങ്കിലും ഭഗവാന്റെ സൗന്ദര്യത്തിൽ അവർ ആകൃഷ്ടരായി തീർന്നിരുന്നു. ആ ആസ്വാദനത്തിൻ്റെയും ഉറവിടം നിർവ്യാജമായ ഭക്തി തന്നെയാണ്. ആ ഭക്തിയാൽ കാന്തം ഇരുമ്പിനെ എന്നതുപോലെ കായാമ്പൂവർണ്ണൻ ആ സ്ത്രീകളെ, ആ ഗോപസ്ത്രീകളെ ആകർഷിച്ചു എന്നു മാത്രമേ ഉള്ളൂ. കൃഷ്ണ, ചെന്താമരക്കണ്ണ, ഞങ്ങളുടെ ഹൃദയം മുഴുവനും നീ അപഹരിച്ചു. ഹൃദയമില്ലാതെ ശരീരത്തിന് എന്തു ഫലം? ഹൃദയമില്ലാത്ത ശരീരത്തിലെ പാദങ്ങൾ ചലിക്കുമോ കൃഷ്ണ? ഞങ്ങളിനി എങ്ങു പോകുന്നില്ല. ഞങ്ങൾക്ക് ഭർത്താവും പുത്രന്മാരും സോദരരും മാതാപിതാക്കളും ആരും വേണ്ട. ഈ വൃന്ദാവനത്തിൽ വിഹരിക്കുന്ന നിന്റെ അരികത്ത് നിന്നുകൊണ്ട് മുരളീഗാനം കേൾക്കുവാൻ അനുവദിച്ചാൽ മാത്രം മതി. ആ ഗോപസ്ത്രീകളുടെ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ ഭക്തിയും സ്നേഹവും കണ്ട് സച്ചിദാനന്ദമൂർത്തിയായ ആ കല്യാണകൃഷ്ണൻ അനുകമ്പയോടുകൂടി അവരെ തൻ്റെ മായാരൂപം കാട്ടി രമിപ്പിക്കുവാൻ തീരുമാനിച്ചു. ആ കൈതവമൂർത്തി ആ കാമാംഗികളെ കാളിന്തി പുളിനത്തിലേക്ക് ആനയിച്ചു. തൂനിലാവൊളി പരന്ന ആ മനോഹര സൈകതത്തിൽ ഭഗവാൻ ആ സരോജമുഖികളിൽ ഓരോരുത്തരുടെയും മുമ്പിൽ ഓരോ കൃഷ്ണനായി രൂപം പൂണ്ടു. ലീലകളാടി അവരെ ആനന്ദിപ്പിക്കുവാൻ ഉറച്ചു. മായാവനികയാൽ അവർക്ക്
പരസ്പരം കാണുവാൻ കഴിഞ്ഞില്ല. തന്നോടാണ് കണ്ണന് കൂടുതൽ പ്രീതിയെന്നും തന്നോടുകൂടി മാത്രമാണ് കൃഷ്ണൻ നർമ്മസല്ലാപങ്ങൾ പൊഴിക്കുന്നതെന്നും തന്നെ മാത്രമാണ് കൃഷ്ണൻ ആലിംഗനം ചെയ്ത് ആനന്ദിപ്പിക്കുന്നതെന്നും തന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ഓടക്കുഴൽ ഊതുന്നതെന്നും ഓരോ ഗോപികൾക്കും തോന്നി. തന്മൂലം അവരിലൽപ്പം ഗർവവും വർദ്ധിച്ചു. ഗോപസ്ത്രീകൾ പല വിധക്കാരായിരുന്നു. രാധ മുതലായവർ ഭഗവാൻ അവതരിക്കുന്നതിന് വളരെ കാലം മുമ്പേ ജനിച്ചവരാണ്. ചിലർ ഭഗവാനെ സേവിച്ച് മുക്തിയടയുവാൻ വേണ്ടി ജന്മമെടുത്തവരാണ്. ചിലർ ഭഗവാന്റെ കോമളമായ ചിന്മയ രൂപം കണ്ട് ആനന്ദിച്ച് സായൂജ്യമടയുവാൻ വേണ്ടി ജനിച്ചവരാണ്. ശ്രീരാമന്റെ അവതാരകാലത്ത് ദണ്ഡകാരണ്യത്തിലെ മുനികൾ രാമഭദ്രന്റെ ദിവ്യമായ സൗന്ദര്യം കണ്ട് അതിശയിച്ച് ആ തിരുമൈയൊന്ന് സ്പർശിച്ച് ആനന്ദമടയുവാൻ വേണ്ടി സ്ത്രീരൂപത്തിൽ പിറന്നവരാണ് ചില ഗോപികമാർ. കൃഷ്ണന്റെ വേണുഗാന ശ്രവണത്തിലും സാമീപ്യത്തിലും അവർക്കുണ്ടായ അവാച്യമായ ആനന്ദ അനുഭൂതിക്ക് കാരണം അതുതന്നെയായിരുന്നു. 7 വയസ്സ് പ്രായമുള്ള കൃഷ്ണനുമായി രതിസുഖം ആരും ആഗ്രഹിച്ചില്ല. പക്ഷേ പ്രേമഭക്തിയാലുള്ള രതിസുഖം അവർ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അവർ അതിൽ മോഹവിവശരായും ഭവിച്ചിരുന്നു. ഭഗവാന്റെ പ്രായമോ തരമോ ഗണിക്കാതെ അദ്ദേഹവുമായി രമിക്കാൻ ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ആയതിനാൽ ഏതു രൂപത്തിൽ തൻ്റെ ഭക്തകളെ ആനന്ദിപ്പിക്കണമോ ആ വിധത്തിൽ രൂപമണിഞ്ഞാണ് അദ്ദേഹം അവരെ ആനന്ദിപ്പിച്ചത്. എന്നാൽ ആ സമയം സാക്ഷാൽ യോഗീശ്വരനായ കൃഷ്ണൻ അതിൽ നിന്നെല്ലാം തീർത്തും നിസ്സംഗതനായി മാറി നിന്നിരുന്നു. ഭഗവാന്റെ ആ അത്ഭുതമായ ലീലകൾ കണ്ട് ദേവമാമുനികൾ പുഷ്പവർഷം പൊഴിച്ചു. കൃഷ്ണൻ തന്നോടുകൂടി മാത്രമാണ് രമിക്കുന്നത് എന്നുള്ള ചിന്ത മൂലം ഓരോ ഗോപസ്ത്രീകൾക്കും ഗർവമുണ്ടായപ്പോൾ അഹങ്കാരവൈരിയായ ആ കുഞ്ഞു കൃഷ്ണൻ, ആ ചിന്മയമൂർത്തി പെട്ടെന്ന് അവരുടെ സന്നിധിയിൽ നിന്നും തിരോധാനം ചെയ്തു. ഗോപസ്ത്രീകൾ തങ്ങളുടെ മനോരമണന്റെ വേർപാടിൽ ദുഃഖിതരായി. കാളിന്തി നദീതീരങ്ങളിലും സമീപ വനപ്രദേശങ്ങളിലും വിരണ്ടു നടന്ന് അന്വേഷിക്കുവാൻ തുടങ്ങി. മനസ്സ് വല്ലാതെ വിഷമിച്ചു. അചേതനങ്ങളായ വൃക്ഷങ്ങളോടും വല്ലികളോടും അളിവർണ്ണനെ കണ്ടോ, ഞങ്ങളുടെ കണ്ണനെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഗോപസ്ത്രീകൾ അലഞ്ഞു നടന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഖി, നീ എൻ്റെ കണ്ണനെ കണ്ടോ എന്ന് വിരഹവേദനയോടുകൂടി അന്വേഷിച്ചു. എല്ലാവരും തുല്യ ദുഃഖിതരായിരുന്നു. അവർ കൂട്ടം കൂടി വൃന്ദാവനത്തിലെ ഓരോ മരച്ചുവട്ടിലും കൃഷ്ണന്റെ മനോഹരമായ ലീലകളെ വർണ്ണിച്ചുകൊണ്ട് ചുറ്റി നടന്നു. ഒടുവിൽ നിരാശയായി അവർ കാളിന്തി നദീതീരത്ത് വന്നിരുന്നു കൊണ്ട് തങ്ങൾ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വർണ്ണിച്ചുകൊണ്ട് കണ്ണുനീർ വാർത്തു. ആ സമയം ശ്യാമസുന്ദരൻ വൃന്ദാവനത്തിലെ ഒഴിഞ്ഞ മൂലയിലുള്ള ഒരു നികുഞ്ചത്തിൽ ഏകാകിനിയായി പരിതപിച്ചുകൊണ്ടിരുന്ന രാധാറാണിയെ കണ്ടെത്തി. അവളുമായി വിനോദം പറഞ്ഞ് വിഹരിച്ച് അവളെ സന്തോഷിപ്പിക്കുകയായിരുന്നു കണ്ണൻ. ഗോപസ്ത്രീകളിൽ ഏറ്റവും അധികം കൃഷ്ണനോട് ഭക്തിയുള്ളവൾ രാധാറാണിക്കായിരുന്നു. അവൾ ഭഗവാനെ തൻ്റെ ആത്മരമണനായി കരുതി അദ്ദേഹത്തിൻ്റെ മഞ്ജുളമായ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹവുമായി ഭക്തിപൂർവം രമിച്ചുകൊണ്ടിരുന്നവളാണ്. അവളുടെ ആത്മരാമനായിരുന്നു കണ്ണൻ.
അങ്ങനെയുള്ള രാധാറാണിയെ ആ ഏകാന്ത നികുഞ്ചത്തിൽ വെച്ച് ഭഗവാൻ രമിപ്പിച്ചത് ഭക്തിമാർഗത്തിൽ കൂടിയായിരുന്നു. പക്ഷേ മദനാർത്തി പിടിപെട്ടിരുന്ന അവൾക്ക് അത് അരോചകമായി തോന്നി. അവൾ ഭഗവാനെ പ്രേമശൃംഖലയാൽ വരിഞ്ഞു മുറുക്കി തൻ്റെ ദാസനാക്കുവാൻ ശ്രമിച്ചു. മറ്റുള്ള ഗോപികളെല്ലാവരെയും വെടിഞ്ഞ് ഭഗവാൻ തൻ്റെ അടുക്കൽ മാത്രമായി വന്നിരിക്കുന്നല്ലോ എന്ന ചിന്തയാലുണ്ടായ ഒരു അഹങ്കാരമാണ് അവളെ അതിന് പ്രേരിപ്പിച്ചത്. അതോടുകൂടി ആ മായാരൂപി അവൾക്കും അപ്രത്യക്ഷനായി. കൃഷ്ണനെ തേടി രാധാറാണിയും അലയുവാൻ തുടങ്ങി. കാളിന്തി തീരത്ത് വെച്ച് രാധാറാണി മറ്റു ഗോപനാരികളെ കണ്ടു. തുല്യ ദുഃഖിതരായി അവരെല്ലാവരും കൂടി കൃഷ്ണന്റെ വേർപാടിനെക്കുറിച്ച് പറഞ്ഞ് വിലപിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ മന്ദസ്മിതനായി ആ തൂനിലാവിൽ നന്ദനന്ദനൻ അവരുടെ മുമ്പിൽ ഓടക്കുഴലും വിളിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. കാണുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുമോ എന്ന് സംശയിച്ചു കൊണ്ടിരുന്ന ആ ഗോപസ്ത്രീകൾ കൃഷ്ണനെ വീണ്ടും കണ്ടപ്പോൾ പരമമായ ആനന്ദത്തോടുകൂടി ഇപ്രകാരം ചോദിച്ചു: കൃഷ്ണ, ഞങ്ങളുടെ സർവസ്വവുമായിരുന്ന കണ്ണ, ഞങ്ങളെ എന്തേ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയി? ചിരിച്ചുകൊണ്ട് ചിന്മയൻ ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങളുടെ സ്നേഹവും ഭക്തിയും വിരഹപാരവശ്യവും കാണുവാനുള്ള കൗതുകം കൊണ്ട് ഞാൻ ഇവിടെ തന്നെ മറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഗോപസ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു: കൃഷ്ണ, ഇനിയും ഞങ്ങളെ വലയ്ക്കരുതേ. ഭഗവാൻ ആ ഭക്തകളെ സന്തോഷിപ്പിക്കുവാനായി തൻ്റെ അവതാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാസക്രീഡയ്ക്കായി ഒരുങ്ങി. ആകാശത്തിൽ ജയ ജയ കൃഷ്ണ, കൃഷ്ണ ജയ ജയ ഗോപികാരമണ എന്നുള്ള ദേവസ്തുതികൾ കേൾക്കപ്പെട്ടു. കൃഷ്ണൻ തൻ്റെ പീലിത്തിരുമുടി മുറുക്കി കെട്ടി പീതാംബരം അഴിച്ച് വീണ്ടും വരിഞ്ഞു മുറുക്കി ഉടുത്തു. കൈവളകളും കാൽ ചിലമ്പുകളും ക്രീഡാവേളയിൽ ഊരി വീഴാത്ത വണ്ണം ഉറപ്പിച്ചു. മെയ്യാഭരണങ്ങളും യഥാസ്ഥാനങ്ങളിൽ അണിഞ്ഞു. ഓടക്കുഴൽ അരക്കെട്ടിൽ കാഞ്ചിയുടെ ഇടയിൽ തിരുകി. ഗോപസ്ത്രീകളും ആ സമയം തങ്ങളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും നന്നായി അണിഞ്ഞ് ശരീരം ഭംഗിയായി അലങ്കരിച്ചു. വൃന്ദാവനത്തിലെ സുന്ദര കാളിന്തി നദീതീരത്ത് സുന്ദരമായ നറുനിലാവിൽ ഒരു ഗോപസുന്ദരിക്ക് ഒരു സുന്ദരകൃഷ്ണൻ എന്ന വിധം വട്ടത്തിൽ ഈ രണ്ടു പേരുമായി നിന്നുകൊണ്ട് നൃത്തഗീതങ്ങളോടുകൂടി രാസക്രീഡ ആരംഭിച്ചു. എത്ര ഗോപികളുണ്ടോ അത്രയും കൃഷ്ണൻ. സർവേന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്ന ആ രാസക്രീഡ വാനവീതിയിൽ നിന്നുകൊണ്ട് അമരന്മാരും അമരനാരികളും നാരദാദി ദേവവൃന്ദങ്ങളും വീക്ഷിച്ച് ആശ്ചര്യപ്പെട്ടു. നടുക്ക് ആനന്ദരാമനായി സാക്ഷാൽ കൃഷ്ണൻ ഒന്നിലും ബന്ധനമില്ലാതെ അദൃശ്യനായി അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിന്നു. ഗോപികൾ പാടുമ്പോൾ ഗോപകുമാരൻ അവരുടെ ഗാനങ്ങൾക്കനുസരിച്ച് വേണുവിൽ ശ്രുതി മുഴക്കിക്കൊണ്ടേയിരുന്നു. എത്ര കൃഷ്ണൻ അവിടെയുണ്ടോ അത്ര വേണുഗാനങ്ങളും അവിടെ മുഴങ്ങി. സംഗീതം അവസാനിച്ചപ്പോൾ നൃത്തം ആരംഭിച്ചു. ഓരോ ഗോപികയും ഓരോ കൃഷ്ണനുമായി ബഹുവിധങ്ങളായ നൃത്തങ്ങൾ ബാഹുക്കൾ കോർത്തു പിടിച്ചുകൊണ്ട് ഉല്ലസിച്ച് ആനന്ദിച്ചു. ഭഗവാന്റെ രാസക്രീഡ ദർശിച്ച് അമ്പരഗോളങ്ങൾ പോലും ചലിക്കാതെ സ്തംഭിച്ചു നിന്നുപോയി. പാലാഴിയിൽ പള്ളി കൊള്ളുന്ന സാക്ഷാൽ ശ്രീഹരി പോലും ഞെട്ടി ഉണർന്നു. തന്നിൽ തന്നെയുള്ള കൃഷ്ണമായയുടെ വൈഭവം എന്ന്
അദ്ദേഹം തിരുവുള്ളത്തിൽ നനച്ച് വീണ്ടും പള്ളിക്കുറുപ്പ് തുടർന്നു. രാസക്രീഡ കഴിഞ്ഞു. വിയർപ്പുകൾ നിറഞ്ഞ ശരീരത്തോടുകൂടി എല്ലാവരും കാളിന്തിയിലിറങ്ങി കുളിച്ച് ദേഹശുദ്ധി വരുത്തി. ഭക്തകളായ അവരുടെ അഭിലാഷം ഭഗവാൻ അങ്ങനെ സാധ്യമാക്കിക്കൊടുത്തു. ഓരോ ഗോപസ്ത്രീക്കും അവളുടെ കൂടെ രാസക്രീഡയാടുന്ന കൃഷ്ണനെ അല്ലാതെ മറ്റൊരു ഗോപികയുടെ കൂടെ നൃത്തം ചെയ്യുന്ന കൃഷ്ണനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. കൃഷ്ണൻ തന്നോടുകൂടി മാത്രമേ രാസക്രീഡ ആടിയുള്ളൂ എന്ന് ഓരോ ഗോപനാരിയും വിചാരിച്ച് പരമമായ ആനന്ദത്തോടു കൂടിയുള്ള നിർവൃതി സുഖം നേടി. അതുതന്നെയാണ് ഭക്തിയുടെ പരമമായ ലക്ഷ്യം. അമ്പിളി അസ്തമിക്കുന്നതിനു മുമ്പ് ആ കുലനാരികൾ ആമോദത്തോടെ അവരവരുടെ വസതികളിലേക്ക് തിരിച്ചുപോയി. ഭഗവാന്റെ രാസക്രീഡ പ്രേമഭക്തിയുടെ ഒരു ബാഹ്യപ്രകടനം മാത്രമായിരുന്നു. ശൃംഗാരത്തിൻ്റെ യാതൊരു കൃത്യവും അതിൽ നടക്കുന്നില്ല. ഭക്തി മൂലം ഗോപികമാരുടെ ഹൃദയത്തിൽ അങ്കുരിച്ച ഒരു രതിസുഖമാണെന്നേ ഇതിന് പറയാൻ കഴിയുകയുള്ളൂ. ഇത് ശൃംഗാരമാണെന്ന് അജ്ഞാനികൾ വിശ്വസിക്കുന്നു. ഭഗവാനെ ഏതു രൂപത്തിൽ കാണണമെന്ന് ഭക്തകളായ ഗോപസ്ത്രീകൾ ആഗ്രഹിച്ചുവോ ആ രൂപത്തിൽ അദ്ദേഹം അവരുമായി ചേർന്ന് അവരെ ആനന്ദിപ്പിച്ചു. അതാണ് ഓരോ ഗോപസ്ത്രീയുടെ മുമ്പിലും ഓരോ തരം കൃഷ്ണനായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. അവരുടെ ഭക്തിയിൽ ശൃംഗാരത്തിൻ്റെ മാലിന്യം കലരുന്നുണ്ടോ എന്ന് സംശയിച്ച് അദ്ദേഹം അവരെ കൃത്യത്തിൽ നിന്നും നിർവൃതിയിലേക്ക് തിരിച്ചുവിട്ടു. കൃത്യത്തിൻ്റെ വേഷത്തിൽ നിസ്സംഗനായി അദ്ദേഹം മാറി നിന്നുകൊണ്ട് നിർവൃതിയുടെ താണ്ഡവലീലകളാണ് ആടിയത്. അതുമൂലം അവരിലുണ്ടായ മോഹാസക്തി നശിച്ച് അവർ കൂടുതൽ ഭക്തിയുള്ളവരായി തീർന്നു. കൃഷ്ണന്റെ സൗന്ദര്യം കണ്ട് മോഹിച്ചാണ് ഗോപനാരികൾ അദ്ദേഹത്തിൽ നിന്നും രതിസുഖം ആഗ്രഹിച്ചത് എങ്കിൽ ആ രതിസുഖം ശൃംഗാരത്തിൻ്റെ രതിസുഖമായിരുന്നില്ല. പ്രേമഭക്തിയ തന്നെ സദാ മനസ്സിൽ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ സുന്ദരികൾക്ക് തൻ്റെ ആത്മപ്രഭാവം കാണിച്ചു കൊടുത്ത് അവരിൽ തത്വബോധമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. അതിനുശേഷവും പല രാത്രികളിലും നല്ല പൂനിലാവ് തെളിയുമ്പോൾ ഗോപികളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുമൊരുമിച്ച് കൃഷ്ണൻ പല ലീലകളും ആടിയിട്ടുണ്ട്. പക്ഷേ അവയൊന്നും മദനലീലകൾ ആയിരുന്നില്ല എന്നുള്ളതാണ് പരമമായ രഹസ്യം. തൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ലീലകളും നർമ്മസല്ലാപങ്ങളും നടത്തി അവർക്ക് ആനന്ദവും ഭക്തിയും ജഗന്മയൻ വർദ്ധിപ്പിച്ചു. അങ്ങനെ ആത്മാനന്ദ സന്തുഷ്ടിയുടെ നിർവൃതിയിൽ ആ ഭക്തകൾ ക്രീഡിച്ചു. അതോടുകൂടി അവരുടെ ഹൃദയങ്ങളിൽ ഇരുട്ടുകൊണ്ടുണ്ടായ കാമാസക്തി പാടെ നശിച്ചു. ഭഗവാനുമായി സ്പർശന സുഖത്തിനു മാത്രം ആഗ്രഹിച്ചു വന്ന അവർക്ക് അത് സാധിച്ചു. ദർശനവും സ്പർശനവും വേണ്ടവർക്ക് അതും സാധിച്ചു. ഗോപികളുമായി രാസക്രീഡ നടത്തിക്കൊണ്ടിരുന്ന സമയം കൃഷ്ണൻ അതിൽ നിന്നും വിഭിന്നമായി ആത്മാരാമനായി മാറി നിന്നു എന്നുള്ളതാണ് രാസക്രീഡയുടെ ഏറ്റവും മഹത്തായ വിശേഷം. രാസക്രീഡയ്ക്കു ശേഷം വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾ കൂടുതൽ കൃഷ്ണഭക്തിയുള്ളവരായി തീർന്നു എന്നുള്ളതാണ് മറ്റൊരു വിശേഷം. ഇവിടെ ഭഗവാൻ എന്താണ് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ഭഗവാനെ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മനസ്സിൽ ഭഗവാനെ പറ്റി ഓർക്കുന്നത്, ചിന്തിക്കുന്നത് ഓരോരോ രൂപങ്ങളിലായിരിക്കും. ചിലരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ണിക്കണ്ണനായിരിക്കും. ചിലരുടെ മനസ്സിൽ പുല്ലാങ്കുഴലൂതുന്ന, ഗോക്കളെ മേയ്ക്കുന്ന വൃന്ദാവനത്തിലെ കണ്ണനായിരിക്കും. എന്നാൽ മറ്റു ചിലർക്കോ
ശംഖുചക്രഗദാ പത്മധാരിയായ ശ്രീഹരിയെ ആയിരിക്കും അവരുടെ മനസ്സിൽ. ചിലർ കുചേലനെ ആനന്ദിപ്പിക്കുന്ന, ആശ്ലേഷിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപമായിരിക്കും ചിലരുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിൽ അവർ പല രൂപത്തിലാണ് ഭഗവാനെ കാണുന്നത്, ആഗ്രഹിക്കുന്നത്. ഓരോ സ്ത്രീകളും തങ്ങൾക്ക് എങ്ങനെയാകണം ഭഗവാൻ? ചിലർ പറയും, എനിക്കൊരു ഉണ്ണിക്കണ്ണനെ കുഞ്ഞായി ലഭിക്കണമേ എന്ന് പറയും. ചിലർ ഭഗവാനിൽ ആശ്രയം കണ്ടെത്തും. മറ്റു ചിലർ തങ്ങളുടെ ഭർത്താക്കന്മാരായി ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണും. അങ്ങനെ പല രൂപത്തിലാണ് ഓരോരുത്തരും ഭഗവാനെ കാണുന്നത്. ചിലർക്ക് കൂട്ടുകാരനായിരിക്കും, ചിലർക്ക് ഭർത്താവായിരിക്കും, ചിലർക്ക് കൊച്ചുകുട്ടിയായിരിക്കും, ചിലർക്ക് അവരുടെ രക്ഷകർത്താവായിരിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ ആഗ്രഹിക്കുന്നത്, അതേ രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. നമ്മൾ എങ്ങനെയാകണമെന്നാണോ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത്, അതേ രീതിയിൽ നമ്മൾ ഓരോരുത്തരും എത്തപ്പെടുക തന്നെ ചെയ്യും. ഒരു ഭക്ത എപ്പോഴും ഭഗവാനെ നനച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭഗവാനും എപ്പോഴും ആ ഭക്തയെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും. അതുറപ്പ് തന്നെയാണ്, 100% ഉറപ്പാണ്. വിശ്വസിക്കുക, ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാകും. ഭഗവാനെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് പരമമായ ഭാഗ്യമാണ്. നമുക്ക് തോന്നും നമുക്ക് ഭയങ്കര സ്നേഹമാണ് ഭഗവാനോടെന്ന്. പക്ഷേ നമ്മളൊന്ന് ആത്മപരിശോധന നടത്തി നോക്കണം, നമുക്ക് എത്രത്തോളം ഭഗവാനോട് സ്നേഹമുണ്ട് എന്ന്. യഥാർത്ഥത്തിലുള്ള സ്നേഹം നമുക്ക് ഭഗവാനോടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി സ്നേഹം ഭഗവാന് നമ്മളോട് ഉണ്ടാവുക തന്നെ ചെയ്യും. ഭക്തവത്സലൻ തന്നെയാണ് സച്ചിദാനന്ദ സ്വരൂപമായ ആ സാക്ഷാൽ ചിന്മയമൂർത്തി. എല്ലാവരും അത് വിശ്വസിക്കുക, ഉറച്ചു വിശ്വസിക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, പറഞ്ഞു കൊടുക്കുക, പ്രചരിപ്പിക്കുക. ഹരേ കൃഷ്ണ.